അപ്പോൾ ഓണം സീരീസിൽ അടുത്ത ഐറ്റം നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള അടപ്രഥമനാണ്. അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുത്തുവിളക്കിൻ്റെ അടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിക്കണം. അതിനകത്ത് വലിയ വലിയ പീസസ് ഒക്കെ കാണും. അപ്പോൾ പാക്കറ്റോട് കൂടി തന്നെ വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പൊട്ടിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെറിയ പീസസ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 250 ഗ്രാമാണ് ഈ അട. അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറയാൻ പാടില്ല ഒരിക്കലും. വെള്ളം കൂടി നിൽക്കണം. അപ്പോൾ നമുക്ക് നല്ലോണം വേവിച്ച് ഊറ്റി നമുക്ക് കളയണം. ഈ വെള്ളം ഊറ്റി കളയണം. എന്നിട്ട് വേറെ വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുകയും വേണം. അതുകൊണ്ട് വെള്ളം ഒട്ടും കുറയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അട അവിടെ വേവുന്ന സമയം നമുക്ക് കുറച്ച് ചവ്വരി വേവിച്ചെടുക്കേണ്ടതുണ്ട്. ചവ്വരി ഞാനിത് 75 ഗ്രാം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് 100 ഗ്രാം ചവ്വരി ഞാൻ വാങ്ങിച്ചു. പക്ഷേ അതിൻ്റെ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചവ്വരി കുറച്ച് മതി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വേറൊരു അടുപ്പിലായിട്ട് ഞാൻ കുറച്ച് ശർക്കര വന്നിട്ട് 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 400 ഗ്രാം ശർക്കരയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഞാൻ അതൊന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കല്ലും പൊടിയൊക്കെ കാണും, മണ്ണൊക്കെ കാണും. അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉരുക്കി അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അട വേവുന്നുണ്ട്, ചവ്വരി ഇവിടെ വേവുന്നുണ്ട്, പിന്നെ ശർക്കര പാനി ഞാൻ കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ പായസം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളം ഒട്ടും കുറയ്ക്കരുത് കേട്ടോ. ഒരിക്കലും വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റായി അലുവയുടെ ആ ഒരു ഫോമിൽ വരും. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. വെള്ളം കൂടി തന്നെ നിൽക്കണം. അപ്പോൾ നമ്മുടെ അട ഇവിടെ വെന്തു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ചവ്വരി ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അട ഒന്ന് ഊറ്റിയെടുക്കണം. നമ്മുടെ അട ഊറ്റിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടയിൽ പശ കാണും, അതായത് ഭയങ്കര ഒരു തിക്നെസ്സുള്ളൊരു പശയാണ്. അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങയാണ് ഞാൻ ചിരകി വെച്ചിട്ടുള്ളത്. അത് പിഴിഞ്ഞിട്ടുള്ള പാലും നമുക്ക് എടുത്ത് വയ്ക്കണം. ഞാനിവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ ആദ്യമായിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് ഇത്രയും മതി. അവസാനം നമ്മൾ വറുത്തിടുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിന് ഒരു 3 ടീസ്പൂൺ മതിയാവും. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ നമ്മുടെ വേവിച്ച് കഴുകി വെച്ചിട്ടുള്ള അട ഇട്ട് കൊടുക്കണം. നമ്മൾ നന്നായി വാഷ് ചെയ്യണം. അതിൽ പശ ഉണ്ടാവും. അതിലൊരു പശ, അപ്പോൾ അത് കട്ട പിടിച്ച് പോവും. അത് കാരണം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വേണം എപ്പോഴും അട എടുക്കാനായിട്ട്. പിന്നെ സാധാരണ ആൾക്കാർ വലിയ ഉരുളിയിലൊക്കെയാണ് വെക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയത് കാരണം ഈ പാത്രത്തിൽ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അളവ് കൂട്ടുമ്പോൾ വലിയ പാത്രമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ അട നമ്മൾ നന്നായിട്ട് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലോണം വഴറ്റി കുറച്ച് കൂടുതലെടുത്ത് വഴറ്റിക്കൊണ്ടിരിക്കണം. നെയ്യിലൊന്നും വഴന്ന് വരണം. അപ്പോഴേ ആ അടപ്പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ വഴറ്റണം. ഈ സമയം കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ശർക്കര പാനിയാണ്. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഓൾറെഡി ഞാൻ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 250 ഗ്രാം അടയ്ക്ക് ഞാനിവിടെ ഒരു 400 ഗ്രാമിന് താഴെ മതിയാവും ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ശർക്കര പാനി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ ശർക്കര പാനിയിൽ കിടന്ന് ഒന്ന് നല്ലോണം വെന്ത് കുറച്ചുകൂടെ നല്ല കുറുകി വരണം. പിന്നെ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശർക്കര നല്ല ഡാർക്ക് എടുക്കുകയാണെങ്കിൽ പായസം നല്ലൊരു കളറൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ അട ഇങ്ങനെ ശർക്കര പാനിയിൽ കിടന്ന് വെന്ത് നല്ല കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
ഈ സമയം ഞാൻ ചവ്വരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചവ്വരി നേരത്തെ വേവിച്ച് വെച്ചതിൻ്റെ മേളിൽ നിന്ന് കുറേ വെള്ളം മാറ്റിയിട്ടുണ്ട്. വെള്ളം മാറ്റിയതിന് ശേഷം ചവ്വരി മാത്രം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചവ്വരി നല്ല സെറ്റായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ചവ്വരിയും അടയും എല്ലാം കൂടെ ഒരു സെറ്റായിട്ട് നല്ല തിക്ക് ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലോട്ട് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള രണ്ടാം പാലാണിത്. രണ്ടാം പാൽ ഏകദേശം ഒരു 2 കപ്പോളം വരും. അത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂണോളം ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി നമ്മൾ തിളപ്പിക്കണം നല്ലോണം. രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ തിളപ്പിച്ച് അല്പം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഫൈനലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഏകദേശം ഒരു കപ്പോളം ഒന്നാം പാൽ, അത് നല്ല ഇച്ചിരി കട്ടിയുള്ള പാലാണ്. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് എല്ലാം കൂടെ ഒന്ന് ചേരാൻ വേണ്ടി മാത്രം ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചവ്വരിയും അടയും ശർക്കരയും ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് പായസം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിതിലോട്ടൊന്ന് വറുത്തിടാം. അതിനായിട്ട് ഞാനൊരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കിസ്മിസ് ആഡ് ചെയ്യണം. പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ പായസത്തിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ യമ്മി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.